സുഹൃത്തുക്കളെ, അന്നേരം നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 3-4 കഴുതുകൾ നിന്നിങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ജബൽ യാൻസിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. നമ്മളതിൻ്റെ മുകളിലോട്ട് കയറാനും വേണ്ടി അങ്ങോട്ട് വരുന്ന വഴിയാണ്. റൗണ്ട് താഴെയാണ് നമ്മളിപ്പം കഴുതക്കൂട്ടങ്ങളെ കണ്ടത്. നമ്മളെ കണ്ടത് കഴുതകളെല്ലാം നോക്കി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, അന്നേരം ജബൽ യാൻസിലോട്ട് പോകുന്ന ഒരു വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലെയും റോഡ് ഭയങ്കര മോശമാണ്. ശരിക്കും ഒരു സെഡാൻ കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിതട്ടി ചിലപ്പം ബമ്പറൊക്കെ പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ 4x4 അല്ലെങ്കിൽ SUV വണ്ടികളൊക്കെ ആണെങ്കിൽ കയറി വരുമെന്ന് തോന്നുന്നു. പിന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അന്നേരം നമുക്കിവിടെ ദൂരെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പർവ്വതത്തിന്റെ താഴെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്ക് മാതിരി തോന്നുന്നുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴി. ഇവിടെ സൈഡൊക്കെ അങ്ങനെ കാണിച്ചു തരാം. വളരെ മോശമായിട്ടുള്ള വഴിയാണ്. അതായത് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് വണ്ടി ഏകദേശം അങ്ങനെ നമ്മള് 4x4 ഒക്കെ ആക്കിയിട്ടാണ് ഇപ്പം കയറ്റുന്നത്. പയ്യെ ഇവിടെ കട്ട് സൈഡൊക്കെ കണ്ടില്ലേ, ഭയങ്കര മോശം റോഡാണ്. ഇനിയിപ്പൊ അങ്ങോട്ട് പോകാനും വേണ്ടിയുള്ള റോഡും ഭയങ്കര ഇതായിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്തതിനു ശേഷം കുറച്ചുകൂടി ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് റോഡ്. നല്ല കുന്നും കുഴിയും. ഇനി അങ്ങോട്ട് കയറാൻ വേണ്ടി ഒത്തിരി ഉണ്ട്. വളരെ മോശം വഴികളിലൂടെയാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര മോശമാണ്. ഭയങ്കര മോശം എന്ന് പറയാൻ പോലെ ഭയങ്കര മോശം. ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു കുറവുണ്ട്. നമുക്കിവിടെ ഫോർച്യൂണറാണ് അപ്പുറത്ത് കിടക്കുന്നത്. നമ്മള് വ്യൂ പോയിന്റിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ സെഡാനിലൊക്കെ വന്നവരൊക്കെ ആണെങ്കിൽ അവിടെ ഒതുക്കിയിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു പോയാണ് വ്യൂ പോയിന്റ് കാണുന്നത്. നമ്മൾ അങ്ങോട്ടങ്ങ് കയറ്റുകയാണ്. നമ്മൾ ഈ ജബൽ യാൻസിന്റെ ഒരു വ്യൂ പോയിന്റിലോട്ട് നിൽക്കുകയാണ്. ശരിക്കും അവിടുത്തെ പാറകളൊക്കെ കണ്ടില്ല, അല്ല കട്ടയായിട്ട് നിൽക്കുന്ന പാറകളും കാര്യങ്ങളൊക്കെ ആണുള്ളത്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഡാം ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ചെറിയൊരു ബിൽഡിങ്ങും ഉണ്ട്. പിന്നെ പർവ്വത നിരകളൊക്കെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊക്കയാണ്. നമുക്ക് ഫ്രണ്ട് കാണിച്ചു കൊടുക്കാൻ റോഡ് നോക്കും. ഭയങ്കര മുട്ടം പാറകളാണ് സുഹൃത്തുക്കളായി കിടക്കുന്നത്. ഭയങ്കര പാറകൾ. അയ്യോ, ഒരു വിധത്തിൽ രക്ഷയില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നല്ല അഗാധമായ കൊക്കയങ്ങളുമാണ്. ഇവിടെ വഴി ഇത് കണ്ട, എന്തൊരു ഭയങ്കര ചാലാണ്. കണ്ടോ, മഴ പെയ്തപ്പോ മൊത്തത്തിൽ അങ്ങ് പോയി റോഡ്. മറ്റേ വഴി കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കണേ. നമ്മൾ കയറി വന്ന വഴിയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കയറാൻ പോകുന്ന വഴിയാണിത്. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഓഫ് റോഡിങ്ങിലെ ഏറ്റവും മോശമായിട്ടുള്ള വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭയങ്കര കുത്തനെയുള്ള ഹൈറ്റാണ്, ഭയങ്കര ഹൈറ്റാണ്. അതിന്റെ കൂടെ തന്നെ നല്ല കുണ്ടും കുഴിയും അങ്ങനത്തെ ഉള്ളൊരു സ്ഥലമാണ്. ഫോർച്യൂണറൊക്കെ വളരെ പയ്യെ അനങ്ങിയാണ് പോകുന്നത്. നമുക്കിവിടെ നല്ല രീതിയിൽ കുലുക്കും കുഴിയും ആണ് നമ്മളും കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടൊക്കെ ആണെങ്കിൽ നല്ല ഭയങ്കര കുഴിയാണ്. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള അടുത്ത വഴി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് വേണമെങ്കിൽ 4x4 ആയിട്ട് ആ ഫോർച്യൂണർ കയറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് റിസ്ക് എടുത്ത് അങ്ങോട്ട് നമ്മളും കയറ്റാനും വേണ്ടി നോക്കിയില്ല. നമ്മളെ വണ്ടിയൊക്കെ മൊത്തവും നല്ല പൊടിയൊക്കെ പിടിച്ചെടുക്കൊക്കെ കിടക്കുവാണ്. പിന്നെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ദൂരെയായിട്ട് നമുക്ക് സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാനും വേണ്ടി പറ്റുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ഹൈറ്റിൽ നമ്മളിങ്ങനെ കയറി വന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴികൾ തന്നെയാണ്. അന്നേരം ഇപ്പം ആ ഫോർച്യൂണർ കയറാൻ പറ്റാത്തടത്ത് നമ്മൾ FJ ക്രൂയിസർ വെച്ച് കയറുന്നുണ്ട്. FJ ക്രൂയിസർ എങ്ങനെയൊക്കെയോ കയറി പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റോഡ് നമ്മൾ ട്രെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടി കൊണ്ട് കയറ്റാതിരിക്കാൻ നല്ലതാ ശ്രമിക്കുക. പിന്നെ ഒരു കൊറോള ഇതെങ്ങനെയൊക്കെ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നിന്നെങ്കിൽ ഇവിടം വരെ കയറി വന്നിട്ടുണ്ട്.
ശരിക്കും സെഡാൻ കാറിനകത്ത് ഇതിലേക്കൂടെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനും വേണ്ടി പറ്റും. ഈ ഒരു മലയ്ക്ക് തൊട്ടിപ്പുറത്ത് വരാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഈ പയ്യെ വരുന്ന പല വഴികളും നമ്മൾ സ്പീഡിന് എടുക്കേണ്ടി വരും. അന്നത്തേക്ക് നല്ല രീതിയിൽ അടിയൊക്കെ തട്ടും. ഇപ്പം നമ്മൾ കൂടെ കയറി വന്ന കുറവുകളൊക്കെ നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടാണ് അത് കയറി വന്നിട്ടുള്ളത്. എന്നാൽ അതൊന്ന് സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരെ വരാൻ വേണ്ടി പറ്റും. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇവൻ 4x4 വരെ ഇച്ചിരി ടാസ്ക്കാണ് കയറി പോകാനും വേണ്ടി. ഒരു GMCയുടെ വണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് കയറാൻ വേണ്ടി ഒരു റിസ്ക് എടുത്തില്ല. നടന്നു കയറാവുന്ന ദൂരേ ഉള്ളൂ ശരിക്കും ഇങ്ങോട്ട്. ഇവിടുത്തെ അന്നേരം നമ്മളൊരു മാഗിയൊക്കെ ഉണ്ടാക്കുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കടയും കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം പിന്നെ നമ്മൾ മാഗിയൊക്കെ ഉണ്ടാക്കുവാണ്. നമ്മുടെ കുഞ്ഞുമോനെ വിട്ടിട്ട് പോകുന്നുണ്ട്. കുഞ്ഞ് കാലിച്ചിട്ട് ഷൂട്ട് കൊടുക്കടാ. സൺസെറ്റ് ഒക്കെ ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുന്നു. അന്നേരം ജബലിയാനസിന്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൺസെറ്റ് ആണ്. വളരെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുമ്പോ കാണുമ്പോൾ കൊച്ചു റോഡാ. ഓരോ റോഡിന്റെ അയ്യോ, പക്ഷെ വീഡിയോക്കകത്ത് അത്രയും കൊണ്ട് ഭീകരത വരുന്നില്ല. കണ്ടാ, അയ്യോ കണ്ടില്ലേ ഇവിടത്തേക്ക് അവസ്ഥ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മള് ജബലിയാസിന്റെ മുകളിലോട്ട് എത്തിയിരിക്കുകയാണ്. വളരെ സൂപ്പർ വ്യൂ ആണിത്. അടിപൊളിയാണ്. വേണമെങ്കിൽ കഴിച്ച് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തന്നെ നമ്മളെല്ലാവരും നല്ലൊരു ക്ഷീണിച്ചു, വിശന്നു. ഓഫ് റോഡിങ് ചെയ്ത് ദേഹമൊക്കെ അനങ്ങി. ഇങ്ങനെ ഉണ്ടല്ലോ യാത്ര. ഇനി മണ്ടലോട്ട് കയറുന്നോ? സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ച് പോയിട്ടുണ്ട്. ഏകദേശം സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഇവിടെ. നമ്മൾ ശരിക്കും അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ്. വളരെ നല്ലൊരു വ്യൂ ആണ് ശരിക്കും ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയുള്ളത്. സൂപ്പറാണ്, അടിപൊളിയാണ്. ഇത്രയും ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ജബലിയാനസ്. അങ്ങനെ ഏകദേശം രാത്രി ഒരു 7:30-8 മണി ആയപ്പോഴത്തേക്കും നമ്മൾ പയ്യെ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഒരു വിധത്തിൽ നമ്മളിതൊക്കെ കയറി വന്നപ്പോൾ ഇത്രയും കുഴി ഉണ്ടെന്ന് അറിഞ്ഞൂടായിരുന്നു. ശരിക്കും ഇറങ്ങുമ്പോഴാണ് ഇത്രയും കുഴിക്കടൊക്കെയാണ്. ഉരുളം പാറ കിടക്കുന്നില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ആളുകൊണ്ടുപോയി വീട് വെച്ചാൽ അതുമാതിരിയുള്ള സംഭവങ്ങളാണ് റോഡിൽ കിടക്കുന്നത്. വലിയൊരു ആഗ്രഹമായിരുന്നു രാത്രി എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണമെന്ന്. അങ്ങനെ നമ്മളെന്തായാലും ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒത്തിരി രാത്രിയാണ്. അന്നേരം ഇവിടെ കിടന്നിട്ട് രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച്. അളിയാ, ഹാപ്പി അല്ലേ? നമ്മുടെ ലഡാക്കിലൊക്കെ പോകാനും വേണ്ടി ആഗ്രഹമുള്ള പ്രവാസികൾ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണമെങ്കിൽ വരാനും വേണ്ടി പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ജബലിയാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓഫ് റോഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സ്ഥലം ഇഷ്ടപ്പെടും. അത്യാവശ്യം നല്ല ഒരു ഓഫ് റോഡിംഗ് ഒക്കെ ഉള്ള അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കും അതിനൊക്കെ തന്നെ ടെൻറ്റ് അടിച്ച് സ്റ്റേ ചെയ്യാനും വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ വരാനും വേണ്ടി പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. അധികം തിരക്കുകളും കാര്യങ്ങളും ഒന്നുമില്ല. അന്നേരം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.